ഇവരെന്ത് ചെയ്യുന്നുണ്ട്, പിശാച് ബാധ പറഞ്ഞിട്ട് കുറച്ചും കൂടി അധികം പറയുന്നുണ്ട്. നമ്മളൊന്നും ഈ രൂപത്തിൽ അത് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. പിന്നെ ഷെയ്ഖ് അബ്ദുൽ ഖറാവി ഞങ്ങളുടെ പ്രദേശത്ത് വന്നു. അന്ന് ധാരാളം പേർ വിരിപ്പുകളിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ രോഗികളായിരുന്നു. എന്തായിരുന്നെന്ന രോഗം? ജിന്ന് ബാധ. ജിന്ന് ബാധിച്ചിട്ട് എഴുന്നേൽക്കാൻ കഴിയണില്ല. അതുപോലുള്ളതും രാത്രിയിൽ പുറത്തിറങ്ങിയാൽ വഴിയിലും മരങ്ങളിലും അവർ ജിന്നുകളെ കണ്ടെത്തുമായിരുന്നു. അവസാനം ചോദിക്കലുണ്ട്, ജിന്നിനെ കാണലുണ്ടോ, ഇവർ കണ്ടിട്ടുണ്ടോ? ഇവരുടെ ഒരു കണ്ടിട്ടുണ്ട് എന്നുള്ള ഇവരാണ് ചെയ്യുന്നത്. ജിന്ന് നടക്കുമ്പോൾ വഴിയിലും ജിന്ന്, മരത്തുമ്മലും ജിന്ന്. ഈ രൂപത്തിൽ അവരെ പിശാച് കീഴടക്കിയിരുന്നു. ഇതിപ്പോ 58ാമത്തെ പേജിലാ. ഇവിടെ നടക്കണ വഴിയിലും ജിന്ന് ഒരു കാണുക, മരത്തുമ്മലും ജിന്നിനെ കാണുക. നിങ്ങളുടെ ഒരു പണ്ഡിതനുണ്ട് അബൂബക്കർ സലഫി എന്ന പേരിൽ, ഒതായിലുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു കൊണ്ടുവരുമോ ഞങ്ങളുടെ മുന്നിൽ ഒന്ന് ഇരുത്തി തരുമോ? അദ്ദേഹം ബുഖാരിയിലെ ഹദീസുകളെ നിന്ദിച്ചത്. അദ്ദേഹത്തെ വിളിച്ച് ബുഖാരിയിലെ ഹദീസിനെ നിന്ദിച്ച് ആയിക്കോട്ടെ കൊണ്ടുപോവാ, കൊണ്ടുപോവാ, തരാം, അവിടെ നിൽക്ക്. രണ്ടാമത് കേട്ടോ, ഇനി മനസ്സിലാക്കണം. അതേ അബൂബക്കർ സലഫി തന്നെ KNM-കാരുടെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് പ്രൂഫ് പോയിന്റിൽ കഴിഞ്ഞ ദിവസം ഒരു ഉദ്ധരണി വായിച്ചിട്ടുണ്ട്. ഈ ബുക്കിലെ ഉദ്ധരണിയാണ്. കോട്ടിമാട്ടി ഞാൻ തനിക്ക് വശമില്ലാത്ത ഭാഷ സംസാരിക്കുക എന്ന് പറഞ്ഞു എന്ന് നേരത്തെ CM മൗലവിയുടെ വാചകം എടുത്ത് ഉദ്ധരിച്ച് ഞാൻ പറഞ്ഞത് ക്ലിപ്പാക്കിയതുപോലെ മനസ്സിലാക്കണം. ഈ പുസ്തകത്തെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അബൂബക്കർ സലഫി അഥവാ KNM-കാരുടെ വിശ്വാസം റോട്ടുമ്മൽ ജിന്നിനെ കാണും എന്നാണ്. റോട്ടുമ്മൽ ജിന്നിനെ കാണുന്നതാണ് ഈ പുസ്തകത്തിലുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തിനാണ് വിസ്ഡം പ്രവർത്തകരെ നിങ്ങൾ കളവ് പറയുന്നത്? എന്തിനാണ് പച്ച മലയാളത്തിലുള്ള ബുക്ക് നിങ്ങൾ കോട്ടിമാട്ടുന്നത്? എന്താണെന്നറിയോ? ഈ ഉദ്ധരണിയാണ് ഈ പുസ്തകത്തിലുള്ളത്. അഥവാ അബ്ദുല്ലാഹിൽ ഖറാവി ആ റബീഇന്റെ നാട്ടിലേക്ക് വരുമ്പോ, ഷെയ്ഖ് റബീഇന്റെ നാട്ടിലേക്ക് വരുമ്പോ അന്നത്തെ ജനങ്ങളുടെ അവസ്ഥ ഇത് വിശദീകരിക്കുകയാണ്. എന്റെ നാട്ടിലെ ആളുകൾ അധികവും രോഗികളായിരുന്നു, അവർ എഴുന്നേക്കുമായിരുന്നില്ല. മിൻ ഐശൈ, എന്ത് രോഗമാണ് അവർക്ക് ബാധിച്ചത്? മിനൽ ജിന്നി, ജിന്നിൽ നിന്നുള്ള രോഗങ്ങളാണ്. മിനസാർ, പോക്ക് വരവാണ്. നമ്മുടെ നാട്ടിൽ പറയില്ലേ ശൈത്താങ്കൂക്ക്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക് വരമിൻ കഥ, അങ്ങനെയുള്ള നിരവധി അനവധി രോഗങ്ങൾ. ആ നാട്ടുകാരിങ്ങനെ പുറത്തിറങ്ങും, ഒരു മാവുമേലും വാഴമേലും നോക്കുന്നിടത്തൊക്കെ ജിന്നിനെ കാണുമായിരുന്നു. അഥവാ അത്തരം മാനസിക കാണുന്ന KNM ബുക്കിലുണ്ടത്രേ. അബൂബക്കർ സലഫി എന്ന് പറയുന്ന വിസ്ഡംകാരൻ തെറ്റിദ്ധരിപ്പിക്കുമ്പോ വിവരമുള്ള ഒരുത്തരെ കൂട്ടത്തിലില്ലേ ഈ മലയാളത്തിലെ ബുക്കല്ലേ ഇരുന്നിട്ട് പ്രൂഫ് പോയിന്റ് എന്ന് പറയാം. എന്ത് പോയിന്റാ? പണ്ട് ഒരു സിമന്റ് പ്രൂഫിന്റെ ആളുണ്ടായിരുന്നു. ഇതുപോലെയാണ് നമുക്ക് അറിഞ്ഞൂടാ. കമ്പിയും കല്ലും കട്ടയൊക്കെ ഇട്ടിട്ട് സിമന്റ് പ്രൂഫ് എന്ന് പറയുന്നത് പോലെ പ്രൂഫ് പോയിന്റ് അത്രേ ഈ പുസ്തകത്തിൽ, മലയാളത്തിലെ പുസ്തകം. ആ പുസ്തകം അറബി അറിയുന്ന ആളുകൾ ഈ കൂട്ടത്തിലില്ലേ? മദീനത്തുൽ അധ്യാപകന്മാർ ഇവിടെ ഇല്ലേ? പുളിക്കൽ പഠിപ്പിക്കുന്ന അധ്യാപകർ ുള്ളത് എന്താ ഈ പറയുന്നത്? റോട്ടുമേലും വഴിമേലും വാഴമേലും മരത്തുമേലും ഒക്കെ ഇവർ നോക്കുമ്പോൾ ജിന്നാണ്. ആ ഒരു അവസ്ഥയിലായിരുന്നു. വിവരമില്ലാത്ത വിഡ്ഢികൾ, അവർക്ക് തൗഹീദ് ഉണ്ടായിരുന്നില്ല. ഇതാണത് കഴിഞ്ഞിട്ട് മനസ്സിലാക്കണം. ജുഹാലുൻ മാ ഇൻദഹും തൗഹീദ്, അവരുടെ കയ്യിൽ തൗഹീദ് ഉണ്ടായിരുന്നില്ല. ഇത് വായിച്ചപ്പോ ജാബിർ എവിടെ പോയതാ? മർക്കസ് ദഅവക്കാർക്ക് മറുപടി പറഞ്ഞത് മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. വിസ്ഡംകാർക്ക് കഴിഞ്ഞ വർഷങ്ങളായി ഞാൻ ഇന്ന് പറയുന്ന മറുപടികളുണ്ട്, അതുകൂടി കേൾക്കണമായിരുന്നു. ഡോക്ടർ സുബൈറിനെ പോലെയുള്ള ആളുകൾ എന്റെ പേരിൽ കളവും പറഞ്ഞു വന്നപ്പോ പിടിച്ചു നിർത്തിയും അതെ കാഞ്ഞിരമുറ്റത്ത് കൊണ്ടുവന്ന് നിർത്തി. അന്നടക്കം ഇത് വായിച്ചു കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം സൗദിയിലെ സലഫികളൊക്കെ ഈ രൂപത്തിലാണെന്ന് പറഞ്ഞ ഘട്ടത്തിൽ അത് വായിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അഥവാ ഈ തൗഹീദിന്റെ മന്ത്രവുമായി അതേ അൽ ഖർആവി ഞങ്ങളുടെ നാട്ടിൽ വന്നപ്പോൾ ഷെയ്ഖ് അൽ ഖർആവി കടന്നു വന്ന് തൗഹീദ് പറഞ്ഞപ്പോ ഒരു റുഖിയയുമില്ല, ഒരു മന്ത്രവാദവുമില്ല, ഒരു മന്ത്രവാദിനിയുമില്ല, ആ രൂപത്തിൽ ഒന്നുമില്ല. തൗഹീദ് അങ്ങ് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ, പഠിപ്പിച്ചു കഴിഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്ന അവസ്ഥ കുല്ലു ഹാദിഹിൽ അശ്യാ അന്തഹത്, അവിടെ ഉണ്ടായിരുന്ന സർവ്വജിന്നും പാറിപ്പോയി. റോട്ടിന്മേൽ ജിന്നിനെ കണ്ടവര്, മരത്തിന്മേൽ ജിന്നിനെ കണ്ടവര് പിന്നെ ജിന്നിനെ കാണാതായി. അവർക്ക് മനോരോഗം മുക്തമായി, മാനസികാവസ്ഥ മാറി, തൗഹീദിന്റെ ധ്വജവാഹകരായി അവർ മാറി. ഇത് അതെ ഇവിടെ വിസ്ഡംകാര് ഈ പിഴച്ചവാദവുമായി കടന്നു വന്നതുപോലെ സൗദി അറേബ്യയിൽ ഈ വിശ്വാസം പേറി വന്ന ആളുകൾ കടന്നു വന്നപ്പോ അവർക്ക് പറഞ്ഞ മറുപടിയാണ് റബീഉ ബിൻ ഹാദി അൽ മദ്ഖലി. അപ്പോ
എന്റെ പ്രിയപ്പെട്ട ജാബറിനെ പോലുള്ളവരോട് പറയാനുള്ളത് ഒന്നുകൂടി ഇരുന്ന് പഠിക്കുക എന്നുള്ളതാണ്. വിസ്റ്റം പണ്ഡിതന്മാർ നിങ്ങളെ പിഴപ്പിക്കുന്നത്, നിങ്ങളെ ജഹാലത്തിലേക്ക് കൊണ്ടുപോകുന്നത്, അവസാനം ശിർക്കിന്റെ പ്രയോക്താക്കളായി പ്രചാരകരായി നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും അതിന്റെ വാഗ്ദാക്കളായി വാദിച്ച് നരകത്തിന്റെ വിറകുകൊള്ളിയായി റബ്ബിന്റെ മുന്നിൽ കുഫ്റും ശിർക്കും പറഞ്ഞ ആളുകളായി മാറിപ്പോകാതിരിക്കാൻ തൗഹീദിന്റെ മാർഗത്തിൽ, വെളിച്ചത്തിന്റെ മാർഗത്തിൽ, നിങ്ങൾ പറഞ്ഞില്ലേ ബുഖാരി മുസ്ലിം, ആ ഇമാം ബുഖാരിയെ പോലെ, ഇമാം മുസ്ലിമിനെ പോലെ, അബൂദാവൂദിനെ പോലെ, ഇബ്നു മാജയെ പോലെ അയിമ്മത്തുകളായ ഇമാമുകൾ നമുക്ക് പഠിപ്പിച്ച നേരിന്റെ വഴിയിൽ കൃത്യമായി തൗഹീദിന്റെ വാചകം, അതിന്റെ പ്രഖ്യാപനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന്